ജർമ്മനിയിലേക്ക് പോകാനും അവിടെ സ്ഥിര താമസമാക്കാനും ആഗ്രഹിക്കുന്നവർക്ക് ജർമ്മനിയിലെത്തിയാൽ ആദ്യം വേണ്ടത് ഭാഷ പഠിക്കലാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായി അറിയാം. ഭാഷ അറിയാവുന്നത് കൊണ്ട് ജർമ്മനിയിൽ ജോലി ചെയ്യുന്നതിനും പഠനത്തിനും ദിവസേനയുള്ള ജീവിതത്തിനും ആളുകളുമായി ഇടപഴകുന്നതിനുമെല്ലാം കൂടുതൽ എളുപ്പമാകും. ജർമ്മൻ ഭാഷയെ പറ്റിയും അതിന്റെ ലെവൽസിനെ പറ്റിയൊക്കെ അറിയാൻ നിങ്ങൾക്കും താല്പര്യമുണ്ടാകില്ലേ? അപ്പോ വെൽക്കം ടു ദ വേൾഡ് ഓഫ് ജർമ്മനി ത്രൂ മലയാളി ഫ്രം ഡോയ്ച്ച്ലാൻഡ്. ജർമ്മൻ ഭാഷാ പഠനത്തിന് 6 ലെവൽസ് ഉണ്ട്. A1, A2, B1, B2, C1, C2. അപ്പോ A1 ബിഗിനർ സ്റ്റേജ് എന്ന് പറയും. നമ്മൾ ആദ്യമായി ജർമ്മനിയെ പറ്റിയും ആൽഫബറ്റ്സ്, അതിന്റെ ഉച്ചാരണം, ഡെയിലി ലൈഫിലെ സിമ്പിൾ ആയിട്ടുള്ള വാക്കുകൾ, നമ്പേഴ്സ്, ഫാമിലി മെമ്പേഴ്സ്, സമയം നോക്കാൻ, നമ്മളെ സ്വയം പരിചയപ്പെടുത്താൻ, മറ്റുള്ളവരോട് വളരെ സിമ്പിൾ ആയിട്ട് സംസാരിക്കാൻ, ബേസിക് ആയിട്ടുള്ള കുറച്ച് ഗ്രാമറുകളും എല്ലാം പഠിക്കുന്നത് A1 സ്റ്റേജിലാണ്. എല്ലാം ബേസിക്, സിമ്പിൾ, ലൈറ്റ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ആദ്യമായിട്ട് ഒരു ഭാഷ പഠിക്കുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു സ്റ്റേജ് കുറച്ച് ബുദ്ധിമുട്ടും കുറച്ച് കൺഫ്യൂഷൻസും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു സ്റ്റേജാണിത്. ബിഗിനർ സ്റ്റേജ് ആണെങ്കിലും ഒരുപാട് ടോപ്പിക്കുകൾ അല്ലെങ്കിൽ ഒരുപാട് സിലബസ് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് ഈ ഒരു സ്റ്റേജിലാണ്. ഇനി A2 എലമെന്ററി സ്റ്റേജ് എന്ന് പറയും. അതായത് അടിസ്ഥാനപരമായിട്ടുള്ള അറിവുകൾ, വളരെ സാധാരണയായി സംസാരിക്കാൻ, ഭാഷ, യാത്ര, ഭക്ഷണം, ജോലി സംബന്ധിച്ചിട്ടുള്ള ലളിതമായ കാര്യങ്ങൾ, A1 ലെവലിൽ നിന്നും കുറെ കൂടി വാക്കുകളും സെന്റൻസുകളും മനസ്സിലാക്കൽ, സെന്റൻസുകളുടെ സ്ട്രക്ചറും റൂൾസും കണക്ടിംഗ് വേർഡ്സും ഒക്കെ മനസ്സിലാക്കൽ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് A2 ലെവൽ. പിന്നീട് B1 ലെവൽ ഇന്റർമീഡിയറ്റ് അല്ലെങ്കിൽ ഇടത്തരം ലെവലാണിത്. ഡെയിലി നമുക്ക് സംസാരിക്കാനും നമ്മുടെ അനുഭവങ്ങളും ആശയങ്ങളും എല്ലാം ഷെയർ ചെയ്യാനും ഈ ഒരു സ്റ്റേജ് കൊണ്ട് സാധിക്കും. ഒരു ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യാനും ആത്മവിശ്വാസത്തോടെ ജർമ്മൻ തെരുവുകളിലൂടെ നടക്കാനും ഈ ലെവല് നമ്മളെ സഹായിക്കും. ജോലിക്കും അതുപോലെ സ്റ്റഡീസിനും ഒക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ലെവലാണ് B1 ലെവൽ. A1, A2 ലെവലിനെ അപേക്ഷിച്ച് തികച്ചും വ്യത്യസ്തമായ ഒരു ലെവലാണ് B1. നമുക്ക് ഇതുവരെ വന്നൊരു കണ്ടിന്യൂറ്റി ഈ ഒരു സ്റ്റേജ് ആവുമ്പോൾ നഷ്ടപ്പെടും. കാരണം ഈ ഒരു ലെവലിൽ നമ്മൾ ഭാഷയെ പറ്റി കൂടുതൽ മോഡിഫൈഡ് ആയിട്ടും ഒഫീഷ്യൽ ആയിട്ടും പഠിക്കാനായിട്ട് ഈ ഒരു ലെവൽ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഓഫ് കോഴ്സ് ഈ ലെവലിനും ഗ്രാമർ ഉണ്ട്.